ഹായ് സുഹൃത്തുക്കളെ, പത്മശ്രീ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒന്നും ചെയ്യേണ്ട ഓരോ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യാമായിരുന്നാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വ്യത്യസ്തമായ ഒരു റെസ്ക്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടി തിക്കോടി വന്നതാണ് കേട്ടോ. റെസ്ക്യൂ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റെസ്ക്യൂ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ രക്ഷ കൂടിയാണ് ഞാൻ ഈ ഒരു സമയത്ത് കെയർ ചെയ്യുന്നത്. ഞാൻ ഈ സമയത്ത് ഇതൊരു ചെയ്തിക്കില്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അടിക്കല്ലിളകും, അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും കുറേ പൂച്ചകളെ ഒരു കൂട്ടിൽ പിടിച്ചിട്ടല്ലേ. അപ്പോൾ ഞാൻ തിക്കോടിയാണുള്ളത്. എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ ഇദ്ദേഹം കുറേ കാലമായിട്ട് ഒരു 8 വർഷമായിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞ ഒരു അസുഖം ബാധിച്ച് കിടപ്പിലായിട്ടുള്ളൊരു ആളാട്ടോ. 8 വർഷമായി. കാരണം ഇദ്ദേഹത്തിന് വീൽ ചെയറിൽ മാത്രം, അകത്തൂടെ മാത്രം സഞ്ചരിക്കാൻ പറ്റും. പുറലോകമായിട്ടൊന്നും യാതൊരു ബന്ധവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹം വളർത്തുന്നല്ല, എന്നാൽ ഇവിടെ വീട്ടിലെത്തിപ്പെട്ട ഒരു പൂച്ചനെ ഇദ്ദേഹം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പൂച്ച, പെൺപൂച്ച പ്രസവിച്ച് ഫസ്റ്റത്തെ പ്രസവത്തിൽ 5-6 കുട്ടികളുണ്ടായി. അതിനുശേഷം അധിക സമയം എടുക്കാതെ വീണ്ടും അതൊരു പേറുകൂടി പെറ്റും. ഇതിലൊരു 4-5 കുട്ടികളുണ്ടായി. അങ്ങനെ മൊത്തം ഒരു 10-11 കുട്ടികളായ സമയത്ത് ഇവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പൂച്ചകളെ തീരെ ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റാണ്ടായി. കാരണം കുറേ പൂച്ചകളും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മാറി താമസിക്കുകയാണ്. അതായത്, നിങ്ങൾ എന്ന് പൂച്ചേനെ ഒഴിവാക്കുന്നോ അന്നേ ഞാൻ ഈ വീട്ടിലേക്ക് വരും, ഇല്ലെങ്കിൽ നിങ്ങൾ പൂച്ചയായിട്ട് ഇവിടെ നിന്നോ, എന്നെ പ്രതീക്ഷിക്കേണ്ട മാറി ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇദ്ദേഹത്തിന് വെച്ചാൽ പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒരാളെ സഹായം വേണം. അപ്പം സ്കൂളിൽ പഠിക്കുന്ന മോളാണ് 2 ദിവസം നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഇന്ന് രാവിലെ ഇങ്ങനെ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ വന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൂച്ചകളെ കെയർ മാത്രമല്ല, അഡോപ്ഷൻ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഒരു കെയറിങ് കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇവർ മാത്രമല്ല, മുകളിൽ ഒരു 5-6 ആൾക്കാർ ഇനിയും വരാണ്ട്, അവരെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ, വ്യത്യസ്തമായ ഒരു വീഡിയോ, വ്യത്യസ്ത കണ്ടൻറ്റ് ഇതിലുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് പൂച്ചകൾ കാരണം കൂടെ താമസിക്കുന്ന ആളുകൾ ഇവർ ഇട്ടേച്ച് പോകേണ്ട ഒരു അവസ്ഥ എന്നുവെച്ചാൽ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് പരസഹായം ഇല്ലാതെ ഒരു കാര്യം നടക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ അദ്ദേഹത്തിന് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് ഞാനത് ഏറ്റു കഴിഞ്ഞ് ഞാൻ അഡോപ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ശരിക്കൊരു ജീവവായു തിരിച്ചു കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ബാക്കിയുള്ള ആളുകളോട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. വണ്ടി കയറ്റിയോ? ഓ, സീറ്റിൽ വെച്ചാ നമ്മളൊന്ന് മാർക്കില്ലേ. അപ്പോൾ ഇതിനെ കൊണ്ടുവന്നിട്ട് കൂടെയുള്ള പൂച്ചകൾക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ, പോകുന്നില്ല. നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ കുടുംബത്തിൽ സ്വസ്ഥത വേണമെങ്കിൽ പിടിച്ച് നായ്ക്കുറുക്കന്മാർ പിടിച്ചിട്ട് പാല് കൊടുത്ത് പോറ്റി കൊണ്ടുവന്നിട്ടുണ്ടായ മക്കളെ ഒന്ന്. എന്നിട്ട് അത് പ്രസവിച്ചതാണ്. ഞാൻ ഭാഗത്ത് തുറക്കാവോ വാതില്?